ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി എന്ന് പറയുന്ന തമ്പുരാട്ടിയുടെ ചീട്ട് കീററായി. അങ്ങനത്തെ ഫോൺ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദാസ് പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി പുറത്തു വന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും എനിക്ക് ഫോൺ വിളിക്കേണ്ട കാര്യമല്ല, നേരിട്ട് പറയാം, ആളെങ്ങ് എത്തിയല്ലോ, നേരിട്ട് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ഇവരങ്ങ് പോകുമ്പോഴത്തേക്ക് ശ്രുതി ചങ്കിൽ പഞ്ഞു വെച്ചാൽ കത്തുന്ന പോലെ നിൽക്കുക. മീരയും വന്ന് ശ്രുതി പ്രശ്നമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ദാസെ, നീ ഈ വഴി പുറത്തേക്ക് പോകാനായിട്ട് ശ്രുതി പറഞ്ഞു. അപ്പം എൻ്റെ കാശോ? അത് പിന്നെ കാശ് ഞാൻ പിന്നെ തരാം, ഇപ്പം നീ പോകാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നീ ഇപ്പം ഒന്ന് പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇവരെ കാല് പിടിക്കാം. അപ്പം ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട, തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, ഞാൻ തരാം, നീ ഇപ്പോൾ പോകുന്നു പറഞ്ഞു ശ്രുതി ദാസിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് ദാസ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് നിങ്ങൾ തിരക്കാണെന്ന് പറഞ്ഞാൽ ശ്രുതിയില്ല, അതെൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യയെ കാണരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ശ്രുതി അവിടെ നിൽക്കുന്ന ആ പെങ്കൊച്ചിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴാണ് ദാസ് ഇറങ്ങി വരുന്നതും ശ്രുതിയെ കാണുന്നതും. അപ്പം ഞാൻ അവളെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പം സാർ മേഡം ബിസിയാ, അതുകൊണ്ടാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഈ പെങ്കൊച്ചെന്ന് പറയുന്നുണ്ട്. എന്നെ തടഞ്ഞു നോക്കാം, നിങ്ങളാരാ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുന്നു പറഞ്ഞ ശ്രുതി ഭയങ്കര വഴക്ക്. എന്നിട്ട് ശ്രുതി ഇടിച്ചു കയറി അകത്തേക്ക് ചെന്നു. ആ സമയത്ത് നമ്മുടെ ശ്രുതി അകത്ത് ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ഒരു കേളറൊക്കെ പിടിച്ച് ഏതാണ്ട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ശ്രുതി എന്ന് വിളിച്ച് ശ്രുതി കയറി ആരേത് ശ്രുതിയോ, കയറി വാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം. അപ്പം നിന്റെ സ്റ്റാഫ് എന്താ ഇങ്ങനെ, എന്നെ പോലും അകത്തേക്ക് കടത്തി വിടുന്നില്ലല്ലോ, അപ്പോൾ നീ ഇവിടെ ബാൾക്കുമായിട്ട് തിരക്കാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്, എന്നിട്ട് കസ്റ്റമേഴ്സിനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ശ്രുതി. അപ്പുറത്തുണ്ട്, ശ്രുതിക്ക് പറഞ്ഞിട്ട് വന്നാൽ എന്താണെന്ന് ചോദിച്ചു അന്നേരം മീര. ചില കസ്റ്റമേഴ്സിന് ജെൻസ് വരുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അല്ല ശ്രുതി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നേ? അത് പിന്നെ ഞാൻ ആരോടൊക്കെയോ ചോദിച്ച് പണം അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയെന്നും പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന കാര്യം ഇങ്ങനെ പറയാം. എന്തിനാ ഇപ്പോൾ പണമെന്ന് ശ്രുതി ചോദിക്കാം. അതുപിന്നെ കാനഡയിൽ പോകാൻ 14 ലക്ഷം രൂപ വേണ്ടേ? ബാങ്കിലും ചെന്ന് ചോദിച്ചു. ജോലിയില്ലാത്ത നിനക്ക് എങ്ങനെ ലോൺ തരുമെന്ന് അവർ ചോദിക്കുന്നത്. അപ്പം അതൊക്കെ കൊണ്ടാ ശ്രുതിയോട് ജോലിക്ക് പോകാൻ ഞാൻ പറയുന്നതെന്നും ശ്രുതിയോട് പറയാം. കാനഡയിൽ എനിക്ക് ജോലി കിട്ടിയല്ലോ, ഇത്രയും നല്ലൊരു ജോലി കിട്ടിയിട്ട് പണം ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതിയും നിർബന്ധം പിടിക്കുന്നു. ഏജൻസിയിൽ പണം കെട്ടേണ്ട ഡേറ്റ് അടുത്ത് വന്നിരിക്കുകയാണെന്നും പറഞ്ഞ് വീണ്ടും ഇത് മാറ്റിക്കളയാൻ എനിക്ക് പറ്റില്ല, നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞൊരു 14 ലക്ഷം രൂപ എനിക്ക് വാങ്ങിച്ച് തരാവോ എന്ന് ചോദിച്ചു. ഇവളുടെ അച്ഛൻ ഇപ്പം ജയിലിലല്ലേ ഉള്ളതെന്ന് മീര അന്നേരം ചോദിച്ചു. അന്നേരം ജയിലിലാണെങ്കിലും അക്കൗണ്ടിൽ പണമൊക്കെ കാണത്തില്ലേ എന്ന കാര്യങ്ങൾ അന്നേരം ശ്രുതി ചോദിക്കാം. ശ്രുതി അച്ഛൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് ശ്രുതി പറയുമ്പോൾ, എന്നാൽ നിൻ്റെ ഇളയച്ചനോട് പറ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുമല്ലോ, അവരോട് ആരെങ്കിലും വാങ്ങിച്ചു തരാൻ പറയാനൊക്കെ പറയുമ്പോൾ ശ്രുതി എന്നെ ടോർച്ചർ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. പണം എല്ലാവർക്കും വേണ്ടത് പണമാ, ഞാനെന്താ പണം കഴിക്കുന്ന മരമാണെന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് ചോദിച്ചു. ശ്രുതി, എല്ലാവരും എന്നോട് എന്തിനാ ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നതെന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണു. ശ്രുതി അന്നേരം പിന്നാലെ ചെല്ലുക കേട്ടോ. ശ്രുതി, നീ എന്തിനാ അതിനിങ്ങനെ ഇവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നേ? വേറെ ആരാ നിന്നോട് പണം ചോദിച്ചേ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക. അല്ല, പലരും ഇവളോട് പണം കടം ചോദിക്കുന്നുണ്ട്, അതാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് മീര ഇങ്ങനെ നേരത്തേക്കും വിഷയം മാറ്റിവിട്ടു. ശ്രുതി, നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ശ്രുതി, എൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആദ്യം ശ്രുതി മനസ്സിലാക്കാൻ ശ്രുതി പറയുക. കാശ് സംഘടിപ്പിച്ച് തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കുക. വേറെ ജോലി കണ്ടെത്താൻ പറഞ്ഞാൽ ശ്രുതി ആണെങ്കിൽ ശ്രമിക്കുന്നുമില്ല. അപ്പം എനിക്കതിന് ജോലി കിട്ടിയില്ല ശ്രുതി, പിന്നെ എന്തിനാ ഞാൻ വേറെ ജോലി അന്വേഷിക്കുന്നത് ഓന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അന്നേരം അവിടെ നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നീ എന്നെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ശ്രുതി വേണ്ടത്? കാശിനു വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ എനിക്ക് വയ്യ, ഞാൻ ചെയ്യില്ല അത്. അപ്പോൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല അല്ലേ? ശ്രുതി എന്നോട് കാശ് ചോദിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ശ്രുതിക്ക് കാശ് വേണമെങ്കിൽ ശ്രുതി പോയി അമ്മയോട് ചോദിക്കാനായിട്ട് ശ്രുതി പറയുക. അമ്മയുടെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശ്? അമ്മയുടെ വീടുണ്ടല്ലോ അവിടെ ഇല്ലേ? വീടാ? ആ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണല്ലോ അങ്കിള് സച്ചിക്ക് കാറ് വാങ്ങിച്ചു കൊടുത്തത്. അതേ ആധാരത്തിന്മേൽ ശ്രുതിക്ക് വേണ്ടി ഒരു 14 ലക്ഷം രൂപ ലോൺ എടുത്താൽ എന്താണെന്ന് ശ്രുതി അന്നേരം ചോദിക്കാം. അപ്പോഴാണ് ശ്രുതി അതിനെപ്പറ്റി ആലോചിച്ചത്. ശ്രുതി പോയി അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. ദേ, ശ്രുതിയുടെ അമ്മയ്ക്ക് ശ്രുതിയെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, തരാതിരിക്കില്ല, ശ്രുതി പോയി ചോദിക്കുക, ചെല്ലുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എരിവ് കയറ്റി പറഞ്ഞിടുക. അപ്പോൾ ഈ പറഞ്ഞത് ഏറ്റവും നല്ല ഐഡിയ, ഞാൻ അമ്മയോടൊന്ന് പോയി ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി. അപ്പോൾ ഈ വീട്ടിൽ ചെന്ന് ഇക്കാര്യവും പറഞ്ഞ് അവിടെ പ്രശ്നമാവില്ലേ എന്ന് മീര ചോദിച്ചു. അപ്പോൾ പ്രശ്നമാവുന്നെങ്കിൽ ആവട്ടെ, എന്നോട് ഇനിയും കാശ് ചോദിക്കാൻ പാടില്ല ശ്രുതി, എനിക്ക് അത്രയും മതിയെന്നും പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് മീരയായിട്ട് സംസാരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന രവിയേട്ടനായിട്ടോ. അപ്പോൾ രവിയേട്ടൻ അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രുതി.
നീ പാർക്കിൽ കിടന്ന് ഉറങ്ങാൻ പോയതാണോടാന്ന് ചോദിച്ചു. സുധി വന്ന് കയറിയപ്പോൾ അച്ഛൻ, അയ്യോ അല്ല അച്ഛാ, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് എന്താ ഇടാ? ഓവർ ക്വാളിഫൈഡ് ആണെന്നും പറഞ്ഞ് അവരെനിക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞെന്ന് സുധി. ആളുകൾ പഠിക്കാത്തത് കൊണ്ട് ജോലി കിട്ടുന്നില്ല, ഇതിപ്പോൾ ഓവറായിട്ട് പഠിച്ചത് കൊണ്ട് നിനക്ക് ജോലി കിട്ടുന്നില്ലേ? നീ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ പോകുന്നിടത്ത് നീ 2 ഡിഗ്രി കുറച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ കുറച്ച് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാ അച്ഛൻ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്? കൂടുതലായിട്ട് പഠിച്ചത് കൊണ്ടല്ലേ നിനക്ക് ജോലി കിട്ടാത്തത്. പിന്നെന്താ ഇപ്പം നമ്മൾ ചെയ്യാം? എൻ്റെ അച്ഛ, എൻ്റെ പഠിപ്പിനകത്തുള്ള ജോലി കിട്ടിയിട്ടും എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ. അതങ്ങ് കാനഡയിലെ ജോലി പറ്റിയാണോ നീ പറയുന്നേ? അതെന്നെ. എടാ, ആ ജോലിക്ക് പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ വേണ്ടേ സുധി? വേണം. അച്ഛാ, അമ്മയോടെ അച്ഛാ? അമ്മ അകത്തോണ്ട്. എനിക്ക് അമ്മയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അമ്മേ അമ്മേ. എടാ അതല്ല, എടാ ഞാനൊന്ന് പറയുന്നത് നീ കേക്ക്. അമ്മേ അമ്മ, ഞാൻ പറയാം അച്ഛൻ വാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവാം. ആ സമയത്ത് സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഈ ജോലി തേടുന്നത് ഒരു ജോലിയായിട്ട് എടുത്താൽ നിനക്ക് നിന്നെപ്പോലെയുള്ളവർക്ക് ശമ്പളം തരുന്ന ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ എന്ന് നീ ഒന്ന് നോക്കാൻ പറയും. അപ്പം അച്ഛ, ഇവൻ എന്നെ കളിയാക്കുന്നത് കണ്ടോന്ന് സുധി. എടാ, ജോലി കിട്ടാത്ത വിഷമത്തിലാണ്, ഇനി ഓരോന്ന് പറഞ്ഞ് നീ വെറുതെ അവനെ വിഷമിപ്പിക്കലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം എങ്ങനെ ജോലി കിട്ടുവച്ചാൽ തൊഴിലാളി ആവാനുള്ള മാനസികാവസ്ഥയിൽ ജോലി എടുക്കണം, അല്ലാതെ മുതലാളി ആവണമെന്നുള്ള മാനസികാവസ്ഥയിൽ ജോലി തേടിപ്പോയാൽ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് സച്ചി പറഞ്ഞു. അച്ഛ, ഇതൊന്ന് പിടിച്ചാലെങ്കിൽ വേണ്ട, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഇവനോടൊന്ന് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. അമ്മേ ഒന്നിങ്ങ് വന്നേ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് അമ്മയെ അടുത്ത് നിർത്തുക. അച്ഛാ, ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു കാറ് പോലെ പോവുകയാണ് എൻ്റെ ജീവിതം മുന്നോട്ട്, അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, എടാ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് പതിയെ ക്ലച്ച് ചവിട്ടി പടിപടിയായി ഗീറ് കുറച്ച് കൊണ്ടുവന്നാലേ ഹാൻഡ് ബ്രേക്ക് ഇട്ട കാറ് നിൽക്കും. അപ്പം നീ പോടാ, നീ എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണോ എന്ന് സച്ചിയോട് സുധി ചോദിക്കുമ്പം, നീ അല്ലേടാ ബ്രേക്കില്ലാത്ത കാറ് പോലെ നിൻ്റെ ജീവിതം പോണേന്ന് പറഞ്ഞത്. ബ്രേക്ക് നഷ്ടപ്പെട്ട കാർ എങ്ങനെയെങ്കിലും നിർത്താം, പക്ഷെ നിന്റെ ഈ ജോലി അന്വേഷിക്കുന്നത് ആർക്കും നിർത്താൻ പറ്റത്തില്ല എന്നും, കാരണം നിനക്ക് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് സച്ചി പറഞ്ഞു. അത് കേട്ടപ്പം ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോവാ, അതിനിടയിൽ നീ എന്തിനാ ഇങ്ങനെ കാറെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ എന്ന് ചോദിച്ച് സുധി ദേഷ്യപ്പെട്ടു. അപ്പോൾ ചുറ്റി വളയ്ക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ സുധി എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛാ, ഇനി ജോലി അന്വേഷിച്ച് നടക്കാൻ എനിക്ക് വയ്യ, എൻ്റെ പഠിപ്പിനകത്തൊരു ജോലി എനിക്ക് കിട്ടിയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക. കാനഡയിൽ ആ ജോലിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു എന്ന് സുധി. എന്താടാ പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചന്ദ്രമതി. അമ്മയെ വീട്ടിൽ നീ ഇത്രയും ദൂരമൊക്കെ പോണോ? അമ്മേ, എൻ്റെ പഠിപ്പിനകത്തുള്ളൊരു ജോലി ഈ നാട്ടിലെങ്ങും കിട്ടുന്നൊന്നുമില്ല, കിട്ടുകയില്ല. അന്നേരം അച്ഛാ, പഠിപ്പിനൊത്ത ജോലി തന്നെ വേണമെന്ന് എന്താ അച്ഛവിന് ഇത്രയ്ക്ക് വാശി? കിട്ടുന്നത് ചെറിയ ജോലിയാണെങ്കിലും അതെടുത്ത് പടിപടിയായിട്ട് ഉയരങ്ങളിലേക്ക് എത്താനല്ലേ നോക്കേണ്ടത്. ചെറിയ ജോലിയെന്ന് പറഞ്ഞാ പൂ കെട്ടുന്ന ജോലിയാണോ നീ ഉദ്ദേശിച്ചത് എന്ന് സുധി ചോദിക്കാൻ. എടാ, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിനക്കറിയാമോ? അല്ല, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോടാ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പം, അത്രയ്ക്ക് അറിവുണ്ടെങ്കിൽ നിനക്ക് എന്താ ജോലി കിട്ടാത്തതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. പൂ കെട്ടുന്നത് അത്ര ഈസിയായ ജോലിയൊന്നും അല്ല, നല്ലതുപോലെ അധ്വാനിക്കണം. നിനക്ക് അധ്വാനിക്കാൻ അറിയാവോടാ എന്ന് സച്ചി ചോദിക്കാം. അപ്പം എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല, ഞാൻ അച്ഛനോടാണ് സംസാരിക്കാൻ വന്നത്, ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. അച്ഛാ, എനിക്ക് ആ കാനഡയിലെ ജോലിക്ക് പോയേ പറ്റൂ, ആ ജോലി ചെയ്താൽ എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും അച്ഛാ. അപ്പം അച്ഛാ, ഇവൻ ഇങ്ങനെ ഉറപ്പിച്ചു പറയണമെങ്കിൽ ഒരു ചൂണ്ട് ഇവൻ കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന് സച്ചി പറയുമ്പോൾ, നീ എന്തിനാണ് അവൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറി ഓരോന്ന് പറയുന്നേ? ഈ സ്വഭാവം കൊണ്ട് വർഷയും ശ്രീകാന്തും വീട് വിട്ടു പോയതെന്ന് ചന്ദ്രമതി സച്ചിയോട് പറഞ്ഞു. രണ്ടും കണക്കാന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ, എന്തിനാമേ എല്ലാത്തിലേക്കും അമ്മ എന്നെ വലിച്ചഴക്കുന്നത്? മണ്ഡപത്തിൽ വെച്ച് ഞാൻ സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ അവരുടെ ഭാഗം ചേർന്നല്ലേ സംസാരിച്ചത്? എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് സംസാരിച്ചോ? ഇല്ലല്ലോ. നിങ്ങളെപ്പോലെ എന്നെ വിട്ടുകൊടുക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ടും ശ്രുതിയുടെ അച്ഛന് കൂടുതൽ അടിയൊന്നും ഇദ്ദേഹം കൊടുത്തില്ല. മുന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ കയ്യും കാലൊക്കെ അടിച്ചൊരിച്ചാനെന്നൊക്കെ പറഞ്ഞു. വർഷയും ശ്രീകാന്തും ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ്, അല്ലാതെ ഞങ്ങളല്ല എന്ന് രേവതി പറഞ്ഞു. ഇവള് പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ, കയ്യും കാലും ഓടിക്കൂന്ന്. ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാ ഇവനെ ഇളക്കി വിടുന്നതെന്ന് ചന്ദ്രമതി. ഇവള് പറയുമ്പോൾ സാറ് വിചാരിക്കും ഞാൻ വലിയ ഹീറോയാണെന്ന്. അപ്പം മുന്നിൽ കണ്ടവരെയൊക്കെ കയറി അങ്ങ് അടിക്കുകയും ചെയ്യും. ഞാൻ ഹീറോയും അല്ല വില്ലനും അല്ല, തെറ്റുണ്ടെന്ന് തോന്നിയാൽ ഞാനതിൽ ചോദിക്കും, വേണമെങ്കിൽ ഞാൻ തല്ലുകയും ചെയ്യും എന്നും പറഞ്ഞ് സച്ചി. എടാ, നീ എൻ്റെ പ്രശ്നം ഒന്ന് പറയാൻ വിടടാ എന്ന് നമ്മുടെ സുധി പറയുമ്പോൾ, അത് നീ നിൻ്റെ അമ്മയോട് പറയാൻ പറഞ്ഞു സച്ചി. അപ്പോൾ എടാ മതി നിർത്ത, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ രവിയേട്ടൻ പറയുമ്പോൾ, അമ്മേ കാനഡയിൽ ജോലിക്ക് പോയാൽ ലക്ഷങ്ങളാണ് അമ്മേ ശമ്പളം കിട്ടുന്നത്, ജോലിക്ക് ചേരണമെന്നുണ്ടെങ്കിലും 14 ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അമ്മ ഓർക്കണില്ലേ എന്ന് ചോദിച്ചു. അത് അമ്മ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഏർപ്പാടാക്കി താ അമ്മ. അപ്പോഴേക്കും ചന്ദ്രമതി നടുങ്ങി. അപ്പോൾ രവിയേട്ടൻ ചോദിച്ചു, അമ്മയോ? അത്രയും വലിയ തുക ഞാനെങ്ങനെ നിനക്ക് ഏർപ്പാടാക്കി തരാനാണെന്ന് ചോദിച്ചു കേട്ടോ.
അന്നേരം നീ പറയുന്നത് കേട്ടാ തോന്നും സ്വന്തമായിട്ട് അമ്മയ്ക്ക് ബാങ്കുണ്ടെന്ന്, അതാണോടാ അന്ന് സച്ചി. ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ കലിപ്പ് കയറി. ശ്രുതി, നിന്റെ അമ്മയുടെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ? പിന്നെ എങ്ങനെയാണ് ഈ 14 ലക്ഷം രൂപ അമ്മ റെഡിയാക്കി തരുന്നത്? അമ്മ തരണമെന്നുള്ളത് മനസ്സ് വെച്ചാൽ നടക്കുമെന്ന് ശ്രുതി. അന്നേരം അമ്മ തരണമെന്ന് മനസ്സ് വെച്ചാൽ കാശ് എന്താണ് ആകാശത്തുനിന്ന് പൊട്ടി വീഴുവാടാ? നീ എന്താ ഈ പറയുന്നത്? അത് പിന്നെ ഞാൻ എങ്ങനെയാണ് നിനക്ക് കാശ് തരുന്നത്? എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ചന്ദ്ര. ആ സമയം അത് പിന്നെ അമ്മയുടെ കയ്യിലെ നമ്മുടെ ഈ വീടുണ്ടല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി, രവിയേട്ടൻ, രേവതി, സച്ചി ഞെട്ടി നോക്കുക. ഈ വീട് പണയപ്പെടുത്തി എനിക്ക് കാശ് തരാമല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയിൽ ഉറങ്ങിക്കിടന്ന ആ യക്ഷി ഉണർന്നു വീണ്ടും. അമ്മയുടെ നോട്ടത്തിലെ മകൻ ദഹിച്ചിങ്ങനെ നിൽക്കുവാണ്. അച്ഛൻ്റെ 50 ലക്ഷം അടിച്ചോണ്ട് ഓടിപ്പോയി, അത് കൊണ്ടുപോയി നശിപ്പിച്ചു. ഇനി ഈ വീടും നശിപ്പിക്കണം. 14 ലക്ഷത്തിന്റെ ആവശ്യം വന്നപ്പോൾ ഇവന്റെ കണ്ണും വീട്ടിൽ പതിഞ്ഞില്ലാന്ന് ഞാൻ ആലോചിച്ചാ ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് ഓക്കെ ആയച്ചാ. അച്ഛാ, ഈ വീടുള്ളപ്പോൾ ഞാൻ എന്തിനാച്ചാ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കാശിന് കൈ നീട്ടുന്നത്? അതിന്റെ ആവശ്യം എന്താണെന്ന് ശ്രുതി. അമ്മേ, ഈ വീട് പണയപ്പെടുത്തി എനിക്ക് എത്രയും പെട്ടെന്ന് കാശ് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഇവളുടെ സ്വർണം തിരിച്ചെടുക്കാനും സച്ചിക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഇവിടുത്തെ ആധാരം പണയം വെച്ചേക്കുന്ന കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? അതെനിക്ക് അറിയാച്ചാ. ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വാല്യൂ വളരെ വളരെ വലുതാണ്. എന്നാൽ നിങ്ങൾ വാങ്ങിയ കടത്തിൻ്റെ വാല്യൂ അത് വളരെ ചെറുതും. അതുകൊണ്ട് ഇനി ആധാരത്തിന്മേൽ എത്ര കാശ് വേണമെങ്കിലും കടം കിട്ടും. ഒരു 14 ലക്ഷമൊക്കെ ഈസി ആയിട്ട് കിട്ടും അച്ഛാ എന്നൊക്കെ ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കണം. എന്നിട്ട് അമ്മയൊന്ന് ഓക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ലോണിന് അപ്ലൈ ചെയ്യാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാം. പെട്ടെന്ന് തന്നെ 14 ലക്ഷം രൂപ കിട്ടും. ഞാൻ കാനഡയിൽ ചെന്ന് നീ അവിടെ തന്നെ സ്ഥിരതാമസമാക്കും, പിന്നെ നീ ഇങ്ങോട്ട് വരില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഒരു 50 ലക്ഷം രൂപ നിന്റെ കണക്കിലുണ്ട്, അത് തിരികെ തരുമെന്ന് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തവനല്ലേ നീ. എന്നിട്ടും ഇതൊരു 100 രൂപ പോലും നീ തിരികെ തന്നിട്ടില്ല. എന്നിട്ടും നിനക്ക് 14 ലക്ഷം രൂപ വേണമല്ലടാ എന്ന് ചോദിച്ചു സച്ചി ദേഷ്യപ്പെട്ടപ്പം. അത് ഞാൻ മുൻപ് വാങ്ങിയ കാശും ഇപ്പം ഞാൻ വാങ്ങുന്ന കാശും എല്ലാം കൂടെ ചേർത്ത് ഞാൻ തിരികെ കൊടുക്കും. അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ് അമ്മയുടെ തലയിൽ തൊടാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തിളച്ച് നിൽക്കുക. അപ്പോൾ കൈ പതുക്കെ താഴേക്ക് ഇട്ടു. അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേ അമ്മേ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. ഇവിടെ എല്ലാവരും എന്നെ പരിഹസിക്കുമ്പോഴും അമ്മ എന്നെ ചേർത്ത് പിടിക്കാറില്ലേ അമ്മയെന്ന് ശ്രുതി ചോദിച്ചു. ഞാൻ ഉയർന്ന നിലയിൽ എത്തണമെന്ന് അമ്മ എന്നും പറയാറില്ലേ എന്ന് ചോദിക്കുമ്പോഴും ചന്ദ്രമതി ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുക. പറഞ്ഞ് സച്ചിയും രേവതി നിൽക്കുന്നു. എനിക്ക് കാശൊക്കെ പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റും അമ്മേ, ഞാനല്ലേ അമ്മേ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മോൻ. അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചാൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. അമ്മ വിചാരിച്ചാൽ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റുമെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ശ്രുതി കയറി വന്ന് ഇവരാരും കണ്ടില്ല. പ്ലീസ് അമ്മ എന്ന് പറഞ്ഞു ശ്രുതി അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ശ്രുതി വന്ന് നിന്ന് കാണുക. ചന്ദ്രമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രുതി അങ്ങോട്ടേക്ക് കയറി വന്ന സമയത്ത് എല്ലാവരും എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? അയ്യോ, സീരിയസ് ആയിട്ടല്ല സംസാരിക്കുന്നേ. നിന്റെ കെട്ടിയവൻ ഇവിടെ കോമഡി പറയുകയാണെന്നും നിന്റെ ഭർത്താവിന് കാനഡയിൽ പോകാൻ വീട് പണയം വെച്ച് 14 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു, അത് അമ്മയോട് ചോദിക്കുകയാണെന്ന് സച്ചി പറഞ്ഞു. അതൊക്കെ ശ്രുതിക്ക് അറിയാം. ശ്രുതി പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം അമ്മയോട് ഒന്ന് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും പണി പാലും വെള്ളത്തിൽ കെട്ടി ശ്രുതിക്ക്. ചന്ദ്രമതി അന്നേരം ഇങ്ങനെ ശ്രുതിയെ ഒരു നോട്ടം എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ നോട്ടം മുഴുവൻ ശ്രുതിയുടെ നേർക്കായി നമ്മുടെ ചന്ദ്രയുടെ. പിന്നെ ചന്ദ്രമതിക്ക് വൈരാഗ്യ ബുദ്ധിയായി, കലിപ്പായി, ദേഷ്യമായി. അപ്പോൾ കീ കൊടുത്ത് വിടുവാണെന്ന് രേവതി ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രമതിക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത്. അത് പിന്നെ ആൻറ്റി ശ്രുതി വന്നൊരു 14 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു എന്നും എൻ്റെ കയ്യിലിപ്പോൾ കാശില്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ടെന്നാ ഞാൻ ശ്രുതിയോട് പറഞ്ഞതെന്നിങ്ങനെ ശ്രുതി എന്നിങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ പറയുമ്പോഴേക്കും പ്ലീസ് ഇന്ന് തന്നെ ബാങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും അമ്മയുടെ കൈ അങ്ങ് പിടിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതി സട്ടക്കുടഞ്ഞ് എഴുന്നേറ്റു എന്ന് പറയാം. ചന്ദ്രമതിയുടെ നോട്ടം കണ്ട് ശ്രുതി ദഹിച്ച് നിൽക്കുക. പ്ലീസ് അമ്മയെന്ന് പറഞ്ഞപ്പോഴേക്കും ആ കൈ ഒരൊറ്റ വിടിയിപ്പിക്കലായിരുന്നു. ശ്രുതി അന്തം വിട്ട് അമ്മയെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. എല്ലാവരും ഞെട്ടി ചന്ദ്രമതിയെ നോക്കി നിൽക്കുക കേട്ടോ. ചന്ദ്രമതിയുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്ക് തന്നിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണോടാ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു. അമ്മേ എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ചന്ദ്രമതിയുടെ കണ്ണിൽ കാണാം രക്തം തിളയ്ക്കുന്നത്. അപ്പോഴേക്കും രവിയേട്ടനെയൊക്കെ അന്തം വിട്ട് ചന്ദ്രമതിയെ നോക്കും. അതുപോലെ തന്നെ രേവതിയും സച്ചിയും ഒക്കെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗായിരുന്നു ചന്ദ്രയുടെ ഭാഗത്തു നിന്ന് വന്നത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാടാ പറയേണ്ടതെന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുക.
സുധി പേടിച്ചു വിറച്ച് തമ്മിട്ട് അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സച്ചിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ഈ വീട്ടിൽ നടക്കുന്നില്ല എന്നും ഞാൻ വിചാരിച്ചത് വന്ന് ചേരുന്നതും ഇല്ല എന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് അപ്പോഴത്തേക്കും രവിയേട്ടനൊക്കെ സന്തോഷമായിട്ടോ. ശ്രുതിയാണെങ്കിൽ ചങ്കിടിപ്പോടെ കൂടി നിൽക്കാം. എനിക്ക് ആകെയുള്ളത് ഈ വീട് മാത്രമാണെന്നും അത് നിനക്ക് തന്നിട്ട് ഞങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണോടാന്ന് ചോദിച്ചാണ് ദേഷ്യപ്പെടുന്നത്. അമ്മ എന്ന് പറഞ്ഞ സുധി നിന്ന് കരയാൻ തുടങ്ങി. അയ്യോ രവിയേട്ടനൊക്കെ അഭിമാനം കൊണ്ടിങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ സച്ചി കൊള്ളാന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ശ്രുതിയുടെ ചങ്കിലാണെങ്കിൽ പഞ്ഞിമരം കൊണ്ട് നട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക. അമ്മ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ലേ, ഇപ്പം എന്താ അമ്മ ഇങ്ങനെയെന്ന് ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും കൈകൊണ്ട് ശ്രുതിയുടെ നേരെ ഇങ്ങനെ അങ്ങ് നിന്നു. ചന്ദ്രമതി നേർക്ക് നേരെ നിന്നു. ശ്രുതിയെയും ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പായി. ഇക്കാര്യത്തിൽ നിന്നെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴേ ഇവർക്ക് സമാധാനമായതും ശ്രുതിക്ക് ചങ്കെടുപ്പ് കൂടിയതും കാനഡയിൽ പോയി തന്നെ സമ്പാദിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല എന്നും ഇവിടെയാണെങ്കിലും നിനക്ക് ജോലി വേണമെങ്കിൽ ജോലി കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി സുധിയോട് പറയും. അപ്പോഴത്തേക്ക് സുധി തകർന്നു പോയി. സുധിയുടെ മൈൻഡൊക്കെ മാറുക. സുധിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് രവിയേട്ടൻ ഇവളൊരു അതായതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതി നീ എന്നെ പതുക്കെ ഒന്ന് നുള്ളിക്കേ. അപ്പോഴത്തേക്കും രേവതി പതുക്കെ ഞുള്ളാനല്ലേ പറഞ്ഞത്. സ്വപ്നല്ല സത്യ അമ്മ തന്നെ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അഭിമാനം കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. സുധി അന്നേരം അപമാനിക്കപ്പെട്ട ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയെയാണ് തുറിച്ച് നോക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് സുധി ഇങ്ങനെ നിൽക്കുന്നു. അമ്മ കലക്കല്ലേ അച്ഛാ, ഞാൻ കരുതി ഇവൻ പറഞ്ഞ ഉടനെ ആധാരത്തിന് മേൽ 14 ലക്ഷം കൂടി വാങ്ങി ഇവന് കൊടുക്കുമെന്ന്. അമ്മ ചെകിടത്തടിച്ചതുപോലെ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. എടാ നീ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിച്ച ഈ വീട്ടിൽ കൊടുക്കുന്ന 50 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം നീ എവിടേക്കാണെങ്കിലും പൊക്കോളാം നമ്മുടെ സച്ചി സുധിയോട് പറയാം. ആ സമയത്ത് നമ്മുടെ സുധി എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ ഞാൻ എടുത്ത തീരുമാനം അത് ഞാൻ മാറ്റില്ല എന്ന് ചന്ദ്രമതി ആണയിട്ട് പറഞ്ഞു. ശ്രുതി അന്നേരവും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ശ്രുതി പേടിച്ചു വരച്ചും നിൽക്കുക, ഒരു മാൻപേടിയെപ്പോലെ. അപ്പോൾ ഈ സമയത്ത് ഈ വീട് നഷ്ടപ്പെടുത്തി കളയാൻ ഞാനായിട്ട് അനുവദിക്കില്ല എന്ന് ചന്ദ്രമതി തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ അഭിമാനത്തോടു കൂടി നിൽക്കുക, ഭാര്യയെ പറ്റി ആലോചിച്ച്. പിന്നെ ഇത് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന വീടാണെന്നും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടുത്തി കളയില്ല ഞാൻ. അപ്പോഴേക്കും അച്ചച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ കിടന്ന് വിളിക്കുക. എവിടെ അച്ചച്ചോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്താണ് കാണിക്കുന്നത് എന്ന് രവിയേട്ടൻ ചോദിച്ചു. അമ്മ പ്ലീസ് അമ്മേ. അന്നേരം ആൻറ്റി ശ്രുതി ചോദിക്കുന്നത് കേട്ടില്ലേ, ശ്രുതിയുടെ ഒരു ആഗ്രഹമല്ലേ അതെന്ന് ശ്രുതി അന്നേരത്തേക്കും ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതിയുടെ നേർക്ക് നേരെ അങ്ങ് ചെന്നില്ലേ. ശ്രുതിയാണെങ്കിൽ പിറകോട്ട് പതുക്കെ അമ്മ നിൽക്കുക. ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുക കേട്ടോ. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നീ വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ ആധാരത്തിന്മേൽ 1 രൂപ പോലും ഞാൻ ഇനി വാങ്ങിക്കില്ല, ഇവന് കൊടുക്കുകയില്ല എന്ന് ചന്ദ്രമതി ആണയിട്ടങ്ങ് പറയുക. കൊള്ളാമല്ലോ, ഇവൻ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് കണ്ടെത്തട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും സജി അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അച്ഛമ്മ പറയാറുണ്ട്, പുരയ്ക്ക് മേലിൽ കയറി കോഴിയെ പിടിക്കാൻ അറിയാത്തവൻ അങ്ങ് വൈകുണ്ഠത്തിലേക്ക് പോകാൻ ശ്രമിക്കരുതെന്ന്. ഹിമന്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് സച്ചി. ഇവനെന്നെ കളിയാക്കുന്നത് കേട്ടില്ലേ എന്ന് ശ്രുതി. കളിയാക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഇവിടെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടെത്താൻ നോക്ക്, ഏത് നേരം എന്നോട് ചോദിക്കാതെ എന്ന് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രേ ഇന്ന് നീ പക്വതയുള്ള ഒരു അമ്മയെ പോലെ ഇവനോട് സംസാരിച്ചതെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് പറഞ്ഞു. അപ്പം അതെ എന്നും പറഞ്ഞ സജ്ജി നിൽക്കാം. എനിക്കിത് കേൾക്കുമ്പോഴേ സന്തോഷം തോന്നുക ചന്ദ്രേ. ഇങ്ങനെ നീ മുന്നേ സംസാരിച്ചിരുന്നെങ്കിലേ ഇവനിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കും എന്നും ചന്ദ്രമതിയോട് രവിയേട്ടൻ പറഞ്ഞു. അതൊക്കെ കേട്ട് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക. അപ്പോൾ കറക്റ്റാണെന്നൊക്കെ സച്ചി നിന്നിങ്ങനെ ഇടയ്ക്ക് നിന്ന് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാം. ഇവനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ച നീ ഒറ്റ ഒരുത്തിയാണെന്ന് രവിയേട്ടൻ ചന്ദ്രയെ കുറ്റപ്പെടുത്തുമ്പം കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നതൊക്കെ ശ്രുതിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാക്കുക സച്ചിയോട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ വിഷമിച്ച് അമ്മയുടെ നേരെ നിന്നിട്ട് അമ്മ എന്നും പറഞ്ഞൊരു വിളി, ഒരു 14 ലക്ഷം എന്ന് വീണ്ടും നാണം കെട്ട് പറയുമ്പോൾ മിണ്ടി പോകരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും ശ്രുതിയുടെ നേരെ അങ്ങ് ചെല്ലുക.
ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞെന്നും ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്, 100 രൂപ പോലും നിനക്കിനി ഞാൻ തരില്ല എന്നും ചന്ദ്രമതി സുധിയോട് ആണയിട്ട് പറയുവാണ്. അങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതി സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. ഈ കാര്യം പറയാനായിട്ട് ഇനി നീ എൻ്റെ മുന്നിലേക്ക് വന്നു പോയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് മൂത്ത മകനെ അടിച്ച് പുറത്താക്കുന്നു ചന്ദ്രമതി. എന്തായാലും അങ്ങനെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. കഥകളെല്ലാം അറിയുമ്പോൾ പിന്നെ ചന്ദ്രമതി ചുമ്മാ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.